ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ബിഗ് ഡേ നടക്കുകയാണ്. ബിഗ് ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ PSC കോഴ്സുകളും 10th ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഇനി ഫോഴ്സ് എക്സാം ആയിക്കോട്ടെ, ടെക്നിക്കൽ എക്സാംസ് ആയിക്കോട്ടെ, എല്ലാ കോഴ്സുകൾക്കും എന്തുണ്ട്, നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മികച്ച ഓഫറോടുകൂടി തന്നെ പഠനം ആരംഭിക്കാനുള്ള ഒരു സമയമാണ് എത്തിയിരിക്കുന്നത്. സോ നമ്മുടെ കോഴ്സുകൾക്കെല്ലാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണ്. നമുക്ക് പഠനം ആരംഭിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണിത്. അപ്പോൾ പഠനത്തെ പറ്റി പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 2026 അവസാനമാണ് എന്ത് വരാൻ പോകുന്നത്, നമ്മുടെ LD ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. LD ക്ലർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. അതേപോലെ തന്നെ പാവപ്പെട്ടവന്റെ IAS എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പോസ്റ്റാണ് LD ക്ലർക്ക് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇപ്പൊ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഒരു ബേസ് ഡെവലപ്പ് ചെയ്തെടുക്കാം. ആ ഒരു സ്പിരിറ്റോടുകൂടി തന്നെ നമുക്ക് അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് സമീപിക്കാം. ഇനി ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട്, ഇപ്പൊ പഠിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, അടുത്ത വർഷം നടക്കുന്ന പരീക്ഷയല്ലേ. പക്ഷെ അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പരീക്ഷയാവാൻ നേരത്ത് പഠിക്കാനൊരു മോട്ടിവേഷൻ കാണില്ല. നമുക്ക് കിട്ടുന്നത് കുറെ വെപ്രാളവും കുറെ ധൃതിയും കുറെ ടെൻഷനും ഒക്കെയാണ്. സോ അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങേണ്ടതിന്റെ ആവശ്യകതയാണ് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങിയുള്ള ഗുണങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. നമുക്ക് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാനായിട്ട് പറ്റും. സിലബസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായ സിലബസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠഭാഗങ്ങളാണ് അടിസ്ഥാനപരമായിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സയൻസും സോഷ്യൽ സയൻസും. പക്ഷെ ഈ ഇടയായിട്ട് നമുക്ക് മാത്സിലും ഇംഗ്ലീഷിലും വൊക്കാബുലറി സെഷനിൽ നിന്ന് എന്ത് ചോദിക്കാറുണ്ട്, ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് SCRT എന്ന് പറയുമെങ്കിലും പലപ്പോഴും PSC 10th ലെവൽ എക്സാമുകൾക്ക് എങ്ങോട്ടും ചോദ്യങ്ങൾ വരാറുണ്ട്, NCERTയിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇതങ്ങനെ മെയിനായിട്ടല്ല, പ്രധാനമായിട്ട് ഇപ്പോഴും SCRT പാഠഭാഗങ്ങൾ തന്നെയാണ് PSC ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതേപോലെ ഇപ്പോൾ തുടങ്ങിയാൽ ഓരോരോ അധ്യായവും ഇന്ന് തന്നെ വായിച്ച് കുറിപ്പുകൾ തയ്യാറാക്കാൻ ആവശ്യത്തിന് സമയമുണ്ട്. നമുക്ക് ഒരു ചാപ്റ്റർ വായിക്കാം, ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഷോർട്ട് നോട്ട് പരുവത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്തു വെക്കാനായിട്ട് പറ്റും. സോ പരീക്ഷ ആവുന്ന നേരത്ത് നമ്മൾ തന്നെ നല്ലൊരു സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നതിന് തുല്യമാണത്. ഓക്കെ, ഇനി അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ മാത്സും ഇംഗ്ലീഷിനെ പറ്റി പറയാൻ പോവുകയാണ്. മാത്സും ഇംഗ്ലീഷും അങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റുകളല്ല. ഇപ്പോൾ നല്ലൊരു ശതമാനം ആളുകൾക്കും ഇതിൽ ബേസ് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ പഠനം നിർത്തി ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ കുറേ കാലത്തിന് ശേഷം നോക്കുന്ന പല ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ദിവസവും ഓരോ മണിക്കൂർ വീതം പരിശീലിച്ചാൽ 2027 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൽ പൂർണ്ണ ആത്മവിശ്വാസം നേടാം. അതായത് പല ആളുകൾക്കും ഇംഗ്ലീഷ് പഠിക്കുന്നതിലും അതോടൊപ്പം തന്നെ മാത്സ് പഠിക്കുന്നതിലും, മാത്സിനെ കുട്ടിക്കാലം തൊട്ട പേടിയുള്ള പല ആളുകളും ഉണ്ട്. സോ ആ പേടിയൊക്കെ മാറ്റാനായിട്ട് നല്ലൊരു ആത്മവിശ്വാസം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണിത്. ഇനി കറണ്ട് അഫയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 2027 പരീക്ഷയ്ക്ക് 2025, 26 വർഷങ്ങളിലെ പ്രധാന സംഭവങ്ങളാണ് ചോദിക്കുക. 2025, 26 മാത്രമല്ല, ഈവൻ 2027 ആ ഒരു സംഭവങ്ങൾ കൂടി എന്തിൽ ചോദിക്കാം, നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ ചോദിക്കാം. സോ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ഒരു കറണ്ട് അഫയേഴ്സിന്റെ മാഗസിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ആ ഒരു സംഭവങ്ങളെല്ലാം നിങ്ങൾ കുറിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കറണ്ട് അഫയേഴ്സ് മാഗസിൻ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു തീപാറുന്ന പോരാട്ടമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഏജ് ലിമിറ്റൊക്കെ ഉയർത്തിയ ഒരു സാഹചര്യത്തിൽ മത്സരാർത്ഥികളുടെ എണ്ണം കൂടാനാണ് ചാൻസ്. സോ അതേപോലെ തന്നെ ആ ഒരു വിഷയത്തിൽ നമ്മൾ പലരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, നെഗറ്റീവ് മാർക്ക് എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി ഏറ്റവും നല്ല മാധ്യമമാണ് നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ. നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നു, അതിനനുസരിച്ച് അവിടെ എന്തുണ്ട്, നെഗറ്റീവ് വരാനുള്ള ചാൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് റാങ്ക് ലിസ്റ്റിലെ മുൻനിര. അതായത് 2028 നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നത്. പരീക്ഷ 2027 റാങ്ക് ലിസ്റ്റ് വരുന്നത് 2028 2028 ലിസ്റ്റ് വരുമ്പോൾ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ വരാൻ സാധിച്ചാൽ ലിസ്റ്റ് വന്ന ഉടനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ മുൻപന്മാരാകണം. ഒരിക്കലും റാങ്ക് ലിസ്റ്റിന്റെ എവിടെയോ ഒരു കോണിൽ പോയി പെടുകയാണെങ്കിൽ നമുക്ക് ജോലി കിട്ടുമായിരിക്കും, പക്ഷെ 3 വർഷം വരെയൊക്കെ എടുക്കാം. സോ നമ്മൾ ആ ഒരു പ്രവണത ഒഴിവാക്കാൻ വേണ്ടി തന്നെ പഠിച്ചു തുടങ്ങണം. നമ്മൾ എപ്പോഴും ആദ്യത്തെ ഒരു 100ൽ ഞാൻ എത്തണം എന്നുള്ള വാശിയോടെ തന്നെ പഠിക്കാനായിട്ടുള്ള ഒരു സമയമാണ്
നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. പക്ഷെ ഇഷ്ടം പോലെ സമയമുണ്ടെന്നും പറഞ്ഞ് ആരും പോയി ഉറങ്ങരുത്. നമുക്ക് നമ്മുടെ ആ ഒരു സ്പിരിറ്റ് മുൻപോട്ട് തന്നെ കൊണ്ടുപോകണം. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് പഠനം ഒരു ശീലമാക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് ശീലമായി മാറുന്നത്. അപ്പോൾ ആ ഒരു ശീലമാക്കി കൊണ്ടുപോകണം നമ്മുടെ പഠനം എന്ന് പറയുന്നത്. അതേപോലെ തിടുക്കപ്പെട്ട് പഠിക്കുന്നതിനേക്കാൾ ഗുണകരമാണ് കുറച്ച് കുറച്ചായി ദിവസവും പഠിക്കുന്നത്. ഇപ്പോൾ ഒരു കാർ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ഗിയർ ഇടും, പിന്നെ സെക്കൻഡ് ഗിയർ ഇടും, എന്നിട്ടാണ് നമ്മൾ തേർഡ് ഗിയറിലേക്കും ഫോർത്ത് ഗിയറിലേക്കൊക്കെ പോകുന്നത്. അത് തന്നെയാണ് പഠനത്തിന്റെ കാര്യം. നമ്മൾ ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്താണ് പിന്നെ വലിയ സ്റ്റെപ്പുകളിലേക്ക് പോകുന്നത്. ഇനി നമ്മൾ അവസാന നിമിഷം പഠിക്കുന്നതും ആദ്യം പഠിക്കുന്നതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ, അവസാന നിമിഷം പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ്, മാനസിക സമ്മർദ്ദം എന്ന് പറയുന്ന ഒരു ഗുണം നോക്കുകയാണെങ്കിൽ, നമ്മൾ അവസാന നിമിഷം പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മാനസിക സമ്മർദ്ദം ഉണ്ടായിരിക്കും. നമുക്ക് ആ സമയത്ത് ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്, പക്ഷെ അദ്ദേഹം പ്രിപ്പയർ ചെയ്തിട്ടില്ല. ആ സമയത്ത് പിന്നെ നമുക്ക് ഗ്യാസിന്റെ ഇഷ്യൂസ് വരാം, തലകറക്കം വരാം, പേടി വരാം, വെപ്രാളം വരാം. പക്ഷെ ഇങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ച് സെറ്റായ ഒരാളാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു തരത്തിലുള്ള മാനസിക സമ്മർദ്ദം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, അലട്ടാനായിട്ട് പോകുന്നില്ല. ഇനി ഓർമ്മശക്തിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മറന്നു പോകും. അവസാന നിമിഷമാണ് പ്രിപ്പയർ ചെയ്യും, കുറെ കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കുന്നു. ഇങ്ങനെ വാരി വലിച്ച് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മറന്നു പോകാനുള്ള ഒരു ചാൻസ് നമുക്കുണ്ട്. ഇനി അതേപോലെ നമ്മൾ നേരത്തെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വളരെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അതേപോലെ നമ്മൾ ആവർത്തന പഠനം അല്ലെങ്കിൽ റിവിഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് അവസാനം പോയി പഠിക്കാനാണെങ്കിൽ ഒരിക്കലും നടക്കില്ല. അവസാനം പഠിക്കാനാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, റിവിഷൻ ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവില്ല. അതേസമയം നമ്മൾ എങ്ങനെയാണ് തുടക്കത്തിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 5 മുതൽ 10 തവണ ഒക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ പറയാണ്, അതിലും കൂടുതൽ സമയം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റിവൈസ് ചെയ്യാനുള്ള ആ ഒരു സമയം കിട്ടും. സോ തത്വത്തിൽ ഇതാണ് പറയുന്നത്, നമ്മൾ പഠനം നേരത്തെ തന്നെ ആരംഭിക്കാനുള്ള സമയമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സമയമൊക്കെ കഴിഞ്ഞു പോയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഈ 2026 ജനുവരി തൊട്ട് തന്നെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ പഠനം കുറച്ചുകൂടി ഹൈ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഇപ്പോൾ പഠിക്കുന്ന ആളുകളാണെങ്കിലും അവർ കുറച്ചുകൂടി ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകേണ്ട സമയമായിട്ടുണ്ട്. സോ നമ്മൾ ബിഗ് ഡേ ഒക്കെ നടക്കുന്ന സമയമാണ്. നമ്മുടെ LDCയുടെ പുതിയ ബാച്ച് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ നോട്ട്സ് ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ടൊക്കെ അടങ്ങിയ ഒരു ബാച്ചാണ്. അപ്പോൾ ആശാ മിസ്സിനോടൊപ്പം തന്നെ LDC എന്ന് പറയുന്ന ഈ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് നടന്നു നീങ്ങാം. അതോടൊപ്പം തന്നെ ഈ വരുന്ന 19-ാം തീയതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു വെബിനാറൊക്കെ ഉണ്ടായിരിക്കും. എല്ലാവരും ആ വെബിനാറിലേക്ക് ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് ഫ്രീ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്, എല്ലാവരും അതിൽ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.